ഇത് വെളുപ്പിനെ ഒരു 5:30 5:45 വീഡിയോ ആണ് കേട്ടോ. വേറെ എങ്ങോട്ടല്ല, ഒന്ന് കൊച്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും ഇറങ്ങിയേക്കാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു ആ സമയത്ത്. 4:30 ആയപ്പോൾ എന്തോ എഴുന്നേറ്റ് 5 മണിയുടെ ബസ്സിന് കയറി പോകുന്നതാണ് കേട്ടോ. ട്രെയിനിൽ കയറുമ്പോഴത്തേനും പച്ചലേസ് മുഖ്യം ബിഗിലേ, പച്ചലേസ് ഫാൻസ് ആണല്ലോ എല്ലാവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ടാളും. അപ്പം ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി നേരെ കൊച്ചിയിൽ വന്നിറങ്ങി കേട്ടോ. അവിടെ വന്ന് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ചായി സെറ്റായി ഞങ്ങൾ മെട്രോയിൽ കയറി ഏതോ ഒരു സ്റ്റേഷനിൽ പോയി ഇറങ്ങി. എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല, ഇതിപ്പോൾ കുറച്ചായി ഈ വീഡിയോ എടുത്തിട്ട്. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക കേട്ടോ. ഫോർട്ട് കൊച്ചി ബസ്സിന് പോകാനായിട്ട് നോക്കി നിന്നപ്പോൾ മട്ടാഞ്ചേരി വന്നു. അവസാനം ഞങ്ങൾ വിചാരിച്ചെന്താ മട്ടാഞ്ചേരിക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ വന്ന ഫോർട്ട് കൊച്ചിയാണ്. പിന്നെ ആദ്യം വന്ന ബസ്സിലങ്ങ് കയറി ഫോർട്ട് കൊച്ചി പോയി അങ്ങ് ഇറങ്ങി. അവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോകുന്നത്. ഞാൻ പണ്ടെപ്പോഴോ പോയിട്ടുള്ളതാണ് കേട്ടോ, പക്ഷെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഓർമ്മ എന്ന് പറഞ്ഞാൽ വലിയ ഓർമ്മകളൊന്നുമില്ല, പക്ഷേ പോയിട്ടുണ്ട് ഞാനിവിടെ. അപ്പം നേരെ ചെന്നത് ആ സാധനം മീൻ പിടിക്കണത് കണ്ടു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ. നല്ല ഊള ബിരിയാണി. എൻ്റെ അമ്മോ, ഇത്രയും വേസ്റ്റ് ബിരിയാണി ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടേ ഇല്ല. ചേച്ചി ഞങ്ങൾക്ക് മേടിച്ചല്ലോ എന്നോർത്ത് കഴിക്കേണ്ട അവസ്ഥയിൽ കഴിക്കട്ടെ. പിന്നെ ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ നടന്ന് എവിടേക്കോ എത്തി. കുറേ വഴികളുണ്ട്, വഴിയൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ഈ കലം വെച്ച് പാടുന്ന ചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് അവൻ നന്നായിട്ടത് എന്താ കൊട്ടുന്നുണ്ട്. അവിടെയാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ടായിട്ട് അത് കേൾക്കാൻ നല്ല രസമാണ്. കേട്ടില്ലേ? അതിനുശേഷം നമ്മൾ മറ്റേ ആദ്യം വിചാരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന സാധനമാണ്, പിന്നെ മനസ്സിലായി ഇതിൻ്റെ സംഭവം ഇതാണെന്ന്. സൂം ചെയ്തുകൊണ്ട് ഇത് മറ്റേ യോധ സിനിമയിൽ റിംബോച്ചൻ്റെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ആ സംഭവമില്ല, അതാണെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചിക്കാണ് അത് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ടായി. നമ്മൾ തട്ടുമ്പോഴൊക്കെ വേറൊരു സൗണ്ടൊക്കെയാണ് വരുന്നത്. ആ ചെക്കൻ തട്ടിയപ്പോൾ കറക്റ്റായിട്ടൊക്കെ വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ സംഭവമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നപ്പോൾ അത് ബിലാലിക്കാൻ്റെ വീട് കണ്ടു കേട്ടോ. പിന്നെ നടന്ന് വിഷമിച്ചപ്പോൾ ഈ സാധനം എന്താണ് ഗോലി സോഡ, അതിൻ്റെ 2 ഫ്ലേവേഴ്സ് ഞങ്ങൾ മേടിച്ച് ട്രൈ ചെയ്തു കേട്ടോ. കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഞങ്ങൾ അതൊരു കണക്കിന് പൊട്ടിച്ചൊക്കെ എടുത്തത്. ചേച്ചി അതിനിടയ്ക്ക് 2 എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചു കേട്ടോ. വേറൊരെണ്ണം തരുമോ എന്ന് ചോദിച്ചു, സ്വന്തമായിട്ട് പൊട്ടിക്കാനുള്ളൊരു ത്വരേ. അതിനുശേഷം കുറേ കഴിഞ്ഞ് അവിടം വഴിയൊക്കെ തെണ്ടിത്തിരിഞ്ഞൊക്കെ നടന്നു കഴിഞ്ഞ് ഇങ്ങനെ കുറേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തൊപ്പി, വിശറി അങ്ങനെയുള്ള സാധനമൊക്കെ നോക്കി. പക്ഷേ ഈ തൊപ്പി കേട്ടോ ഞങ്ങൾ മേടിച്ചത്, ചേച്ചിയുടെ മോക്ക് വേണ്ടി മേടിച്ച തൊപ്പിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും മാറി വെച്ച് ഫോട്ടോ എടുത്തു കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓൾഡ് ഹാർബർ ഹോട്ടൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ വന്നത് മട്ടാഞ്ചേരിയിലേക്കാണ്. അവിടെ ഇതുപോലെ തന്നെ കുറേ ആൻറ്റി കളക്ഷൻസും പിന്നെ കുറേ ടൂറിസ്റ്റുകളും അതൊക്കെയാണ് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി കേട്ടോ. ഒരു ആർട്ട് കഫേൻ്റെ താഴെയുള്ളൊരു ഷോപ്പാട്ടോ. ഈ അപ്പൂപ്പനാണെന്ന് തോന്നുന്നത് ഇതൊക്കെ വരച്ചത്, അറിയത്തില്ല. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ടാറ്റാ.